ഇന്ന് ഏപ്രിൽ 25 നമ്മൾ വേൾഡ് മലേറിയ ദിനമായി ആചരിക്കുകയാണല്ലോ. ശുദ്ധജലത്തിൽ ജീവിക്കുന്ന പെൺകൊതുകുകളാണ് മലേറിയ എന്ന രോഗം പടർത്തുന്നത്. സാധാരണയായി വൈകുന്നേരവും രാത്രിയിലുമാണ് ഈ കൊതുകുകൾ നമ്മളെ കടിക്കുന്നത്. രോഗബാധിതനായ ഒരു കൊതുക് നമ്മളെ കടിക്കുന്നതിലൂടെയാണ് ഈ രോഗം നമ്മളിലേക്ക് പകരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ 3 ഘട്ടങ്ങളായിട്ടാണ്. വിറയലോടുകൂടിയ തണുപ്പ്, അതിനുശേഷം ശക്തമായ പനി, തലവേദന, ശരീരവേദന, പേശി വലിവ്, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളും കാണുന്നു. ഈ ലക്ഷണങ്ങൾ തുടർച്ചയായി കാണുകയാണെങ്കിൽ മലേറിയയാണെന്ന് സംശയിക്കാം. രക്തപരിശോധനയിലൂടെയാണ് മലേറിയ സ്ഥിരീകരിക്കുന്നത്. മലേറിയ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആന്റി മലേറിയ ടാബ്ലറ്റുകൾ കൃത്യമായി കഴിക്കണം. മരുന്ന് കൃത്യമായി കഴിച്ചില്ലെങ്കിൽ രോഗം സങ്കീർണമാകുകയും തലച്ചോർ, വൃക്ക, കരൾ എന്നിവയിലേക്ക് ബാധിക്കുകയും മനുഷ്യന് മരണം വരെ സംഭവിക്കുകയും ചെയ്യും. മലേറിയയ്ക്ക് കൃത്യമായ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാൽ പ്രതിരോധ മാർഗങ്ങളാണ് ഉത്തമം. വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കവർ ചെയ്ത് സൂക്ഷിക്കുക. വീടിന്റെ ജനലുകളും വാതിലുകളും കൊതുക് വലകൾ ഉപയോഗിച്ച് നമ്മൾ സുരക്ഷിതമാക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കൊതുകടി ഏൽക്കാതിരിക്കാൻ വേണ്ടി ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക. കൊതുകിന്റെ കടി ഏൽക്കാതിരിക്കാനുള്ള ലേപനങ്ങളും ലോഷൻസ്, ക്രീമുകൾ ഇപ്പോൾ മാർക്കറ്റ് അവൈലബിൾ ആണ്. സമൂഹത്തിൽ മലേറിയ വ്യാപനം മുൻകൂട്ടി കണ്ട് ചികിത്സകൾ നൽകി സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മലേറിയ എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നിൽക്കാൻ സാധിക്കും. ഇത്തരം ആരോഗ്യപരമായ കാര്യങ്ങൾ അറിയുവാൻ നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.